ഇർഫാന ലോറിക്കടിയിലായത് ഉമ്മയുടെ കൺമുന്നിൽ വെച്ചാണ്. അപകടത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ട അജ്ന ഷെറിനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇർഫാനയെ ദന്തഡോക്ടറെ കാണിക്കാനെത്തിയതായിരുന്നു ഉമ്മ ഫരീസ. പനയമ്പാടത്ത് കാത്തുനിൽക്കുകയായിരുന്നു ഫരീസ. ഇർഫാനയെ ഫരീസ കണ്ടു. തൊട്ടു പിന്നാലെ ലോറി ഇർഫാനെ ഇടിക്കുകയായിരുന്നു. ഈ സമയം കുറച്ചകലെ തെറിച്ചു വീണതിനാലാണ് അജ്ന രക്ഷപ്പെട്ടത്. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആളുകൾ തടിച്ചുകൂടിയതാണ് കണ്ടത്. ഇതോടെ പേടിച്ചുപോയെന്നും അജ്ന വ്യക്തമാക്കി. ഉറ്റ കൂട്ടുകാരികളെ അവസാനമായി ഒരു നോക്ക് കാണാൻ അജ്ന എത്തിയിരുന്നു. അജ്ന, ഇർഫാന ഷെറിൻ, റിദ ഫാത്തിമ, KM നിദ ഫാത്തിമ, AS ആയിഷ എന്നിവർ എപ്പോഴും ഒന്നിച്ചായിരുന്നു. മദ്രസ കാലം തൊട്ടുണ്ടായ സൗഹൃദമാണ് ഈ 5 പേരുടെയും. 5 പേരും 8ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ തന്നെ. ആയിഷ 8E-യിലും ബാക്കിയുള്ളവർ 8D ഡിവിഷനിലുമായിരുന്നു. 5-അംഗ സംഘത്തിന് ഇന്നലെ നടന്ന ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു. ഇന്ന് നടക്കാനിരുന്ന ഹിന്ദി പരീക്ഷയിലായിരുന്നു പേടി. ഇക്കാര്യം സംസാരിച്ചുകൊണ്ട് നടക്കവെയാണ് അപകടമുണ്ടായത്. ബാഗിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് ആയിഷ തന്റെ നനഞ്ഞ കുട അജ്നയെ ഏൽപ്പിച്ചിരുന്നു. കൂടാതെ റിദയുടെ റൈറ്റിംഗ് പാഡും തന്റെ കയ്യിൽ തന്നിരുന്നുവെന്ന് അജ്ന പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അയൽവാസികളായിരുന്നു ഇവർ. ഇവരുടെ വീടുകളിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. പെൺകുട്ടികളുടെ സംസ്കാരം ഇന്ന് നടന്നു. 4 കൂട്ടുകാർ ചേർത്ത് പിടിച്ചിരുന്ന അജ്നയുടെ കൈകളിൽ ആ കുടയും റൈറ്റിംഗ് പാഡും കുറെ ഓർമ്മകളും ബാക്കിയാണ്. അജ്ന മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മറിഞ്ഞു കിടക്കുന്നതാണ് ദൂരേക്ക് വീണ അജ്ന കണ്ടത്. നാട്ടുകാർ ഓടിക്കൂടുമ്പോൾ അജ്ന വിറച്ചു നിൽക്കുകയായിരുന്നു. വൈകിട്ട് വീട്ടിലെത്തിയിട്ടും അപകടമോർത്ത് കരയുകയായിരുന്നു അവൾ. ലോറി വരുന്നത് കണ്ട് മറുവശത്തേക്ക് ഓടിമാറിയ അജ്ന എന്ന കുട്ടി മാത്രം രക്ഷപ്പെട്ടു. ബാക്കി 4 പേരും ലോറിക്കടിയിലും സമീപത്തെ ചാലിനിടയിലുമായി കുടുങ്ങിയ നിലയിലായിരുന്നു. സംഭവ സമയത്ത് ചാറ്റൽ മഴയുണ്ടായിരുന്നു. പണം ഞങ്ങൾ തരും. ഞങ്ങളെല്ലാവരും കൂടെ നടന്നു പോകുമ്പോഴാണ് ആ ലോറി വന്നത്. ഞാൻ കുറച്ച് പുറകിലായിരുന്നു. ലോറി തട്ടി തൊട്ടപ്പുറത്തെ കുഴിയിലേക്ക് ഞാൻ വീണു. അപകടം കണ്ട് ആദ്യം എന്നെ വന്നെടുത്തത് ഇർഫാനയുടെ ഉമ്മയാണ്. കൂട്ടുകാരികളായ 4 പേരും പൊടുന്നനെ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞത് വിശ്വസിക്കാനാകാതെ മരവിച്ച അവസ്ഥയിൽ അജ്ന ഓർത്തെടുത്തു. കൂട്ടുകാരെ രക്ഷിക്കാനായില്ലെന്ന തീരാസങ്കടത്തിന്റെ നോവായിരുന്നു അവളുടെ വാക്ക് നിറയെ.